കേരളം പണ്ടൊക്കെ മലയാളികൾക്ക് ഉത്സവമായിരുന്നു. എന്നാൽ ഇന്നത് ആയുഷ്കാലത്തെ സമ്പാദ്യവും ചവിട്ടി നിൽക്കുന്ന മണ്ണും ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഭീതിയുടെ പ്രളയകാലമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം, പ്രത്യേകിച്ച് മലയോര മേഖലകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ താങ്ങാനാകാവുന്നതിലും അപ്പുറമാണ്. കവളപ്പാറയും പുത്തുമലയും പെട്ടിമുടിയും ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമെല്ലാം ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളായിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചോരയിട്ടുന്ന ഉദാഹരണമാണ് നിർദ്ദിഷ്ട വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശമായ കള്ളാടിയിലുണ്ടായ പുതിയ മണ്ണിടിച്ചിൽ ദുരന്തം. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. കരാറുകാർ തകരാറുകാരാവുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വെറും നോക്കുകുത്തികളോ? താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്നോണം കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്ന് വയനാട്ടിലെ കള്ളാടിയിലേക്ക് 8.73 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഇരട്ട തുരങ്കപാത കേരളത്തിന്റെ വികസന കുതിപ്പായിട്ടാണ് പിണറായി സർക്കാർ വിഭാവനം ചെയ്തത്. എന്നാൽ കള്ളാടിയിലെ ദുരന്തത്തോടെ ഒരു കാര്യം വീണ്ടും ഉറപ്പായിരിക്കുന്നു. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പൊടിതട്ടി പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിയെയും മനുഷ്യജീവനുകളെയും വിലവയ്ക്കാത്ത ഇത്തരം വൻകിട പദ്ധതികൾ കേരളത്തെ എത്തിക്കുന്നത് വലിയൊരു നാശത്തിലേക്കാണ്. വയനാട് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമഘട്ടം മലനിരകൾ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്റ്റ്. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. ഈ ടണൽ പ്രോജക്റ്റ് പശ്ചിമഘട്ട മലനിരകളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇങ്ങനെ ടണൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ യാത്രാക്ലേശം പരിഹരിക്കുവാനും ടൂറിസം മേഖലയുടെ പുരോഗതിക്കും ഈ തുരങ്കപാത സഹായകരമാകുമെന്നതിൽ തർക്കമില്ല. നിലവിലെ വനപാതകളുടെ പരിമിതികൾ മറികടന്ന് യാത്രാ സമയം വെട്ടിക്കുറയ്ക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ മേൽനോട്ടത്തിൽ ദിലീപ് ബിൽഡ്കോൺ, റോയൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ വൻകിട കമ്പനികൾ 2134 കോടി രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നിയമപരമായി പാരിസ്ഥിതിക ആഘാത പഠനങ്ങളും ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളും അനുകൂലമാക്കി 60ഓളം കർശന ഉപാധികളോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പദ്ധതിക്ക് പച്ചക്കൊടി വീശിയത്. എന്നാൽ കടലാസിലെ നിയമങ്ങളും ഉപാധികളും പ്രായോഗിക തലത്തിൽ എത്രത്തോളം ലംഘിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ വെച്ച് തന്നെ സംഭവിച്ച കള്ളാടിയിലെ മണ്ണിടിച്ചിൽ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വൻ അപാകതകളും ഒളിച്ചുകളികളും നടന്നിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പദ്ധതി പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയോ സംരക്ഷിത വനമേഖലയോ അല്ലെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് തുടക്കത്തിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ തുരങ്കപാത കടന്നുപോകുന്ന വയനാട്ടിലെ വെള്ളരിമല വില്ലേജും കോഴിക്കോട്ടെ തിരുവമ്പാടി വില്ലേജും അതിതീവ്ര പരിസ്ഥിതി ലോല മേഖലകളാണ്. മണ്ണിടിച്ചിലുണ്ടായ കള്ളാടിയിലെ തുരങ്കമുഖത്തു നിന്ന് 2019 17 പേരുടെ ജീവനെടുത്ത പുത്തുമല ദുരന്ത ഭൂമിയിലേക്ക് വെറും 800 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. വൻ ദുരന്തങ്ങൾ വിതച്ച മുണ്ടക്കൈ, ചെമ്പ്ര മലനിരകളുടെ തൊട്ടടുത്തുകൂടിയാണ് ഈ വൻ ഖനനം നടക്കുന്നത്. വനസംരക്ഷണ നിയമങ്ങളും ആദിവാസി വനാവകാശങ്ങളും ലംഘിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, ആനത്താരകൾ ഉൾപ്പെടുന്ന 17.26 ഹെക്ടർ വനഭൂമിയെയാണ് ഈ പദ്ധതി നേരിട്ട് ബാധിക്കുന്നത്. ആവാസ വ്യവസ്ഥ തകരുന്നതോടെ മനുഷ്യമൃഗ സംഘർഷങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെസ്റ്റേൺ ഘട്ട് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ അഥവാ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമഘട്ടം മുഴുവനായും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി, വൈത്തിരി, മാനന്തവാടി താലൂക്കുകൾ ഇതിന്റെ സോൺ പരിധിയിലാണ് വരുന്നത്. പശ്ചിമഘട്ട മേഖലകളിൽ പുതിയ നഗരവികസനങ്ങളും വൻകിട ഖനനങ്ങളും പൂർണ്ണമായി നിരോധിക്കണമെന്ന് ഈ റിപ്പോർട്ട് ശക്തമായി ശുപാർശ ചെയ്തിരുന്നു. തുരങ്ക നിർമ്മാണത്തിനായി
വൻതോതിൽ ഭൂഗർഭ മണ്ണും പാറയും നീക്കം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകരും. പ്രൊജക്ട് തയ്യാറാക്കൽ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ച ചില പ്രധാന പ്രത്യാഘാതങ്ങൾ ഇവയായിരുന്നു. ഭൂമിക്കടിയിലെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ജലത്തിന്റെ സ്വാഭാവിക അടിയൊഴുക്കുകൾ മാറ്റിമറിക്കപ്പെടും. ഇത് ഭൂമിയുടെ സ്വാഭാവിക ജലസംഭരണ ശേഷി ഇല്ലാതാക്കുകയും തന്മൂലം വേനലിൽ കടുത്ത വരൾച്ച ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തുരങ്ക നിർമ്മാണത്തിനായി വൻതോതിൽ പാറ പൊട്ടിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സൂക്ഷ്മമായ പൊടിപടലങ്ങൾ മഴമേഘങ്ങളുടെ ഘടനയെ മാറ്റും. ഒരിടത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുന്ന മേഘവിസ്ഫോടനങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് മാധവ് ഗാഡ്ഗിൽ തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അശാസ്ത്രീയമായ ക്വാറി പ്രവർത്തനങ്ങളും കനത്ത സ്ഫോടനങ്ങളും മലനിരകളുടെ അടിത്തറ ഇളക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ കള്ളാടി മണ്ണിടിച്ചിൽ വെറുമൊരു പ്രകൃതി ദുരന്തമായി കണ്ട് തള്ളിക്കളയുവാൻ കരാർ കമ്പനിയായ കൊങ്കൺ റെയിൽവേ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം മനുഷ്യനിർമ്മിതമായ കടുത്ത അനാസ്ഥ തന്നെയാണ്. തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി മീനാക്ഷി മലയുടെ വശങ്ങളിൽ വൻതോതിൽ അപകടകരമായ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. ഇത് വലിയ അപകടത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കി 2026 ജൂൺ 20 വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ പണി നിർത്തിവെക്കുവാനും മണ്ണ് നീക്കം ചെയ്യുവാനും കർശന നിർദ്ദേശം നൽകിയതായിരുന്നു. എന്നാൽ മണ്ണ് താൽക്കാലികമായി നിക്ഷേപിക്കുവാൻ പാരിസ്ഥിതിക അനുമതിയുള്ള മറ്റനുയോജ്യമായ സ്ഥലമില്ലെന്ന സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കമ്പനി മണ്ണ് നീക്കുവാൻ തയ്യാറായില്ല. അതിന്റെ പരിണിത ഫലമാണ് കനത്ത മഴയിൽ ആ മൺകൂന ഇടിഞ്ഞ് തൊഴിലാളികളുടെ ജീവൻ കവർന്ന ദുരന്തം. ആളുകളുടെ സുരക്ഷയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ചെയ്തില്ല എന്ന ഗുരുതര ആരോപണമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മഴ രൂക്ഷമായാൽ മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ മുൻകരുതൽ നടപടിയോ അല്ലെങ്കിൽ കരാറുകാരുടെ അനാസ്ഥയിൽ നിയമ നടപടിയോ കൈക്കൊള്ളുവാനോ സർക്കാർ തയ്യാറായില്ല എന്ന വസ്തുതയും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇത്തരമൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നും മഴക്കാലം മഴ രൂക്ഷമായ മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്നും 2 ആഴ്ച മുൻപ് തന്നെ യോഗങ്ങളിൽ വിലയിരുത്തിയിട്ടും സർക്കാർ തലത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കാണുന്നത്. ഇത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയുമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഏതുതരം വീഴ്ചകളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ പ്രാപ്തരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദഗ്ധരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ആളുകളെ, ജനങ്ങളെ, നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ
ഈ അവസരം ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും. അത് ചില ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുവെന്നാണ് കാണുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമായതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യം. തെറ്റായ വസ്തുതകളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതായി കണ്ടത്. ജില്ലാ ഭരണകൂടവുമായി കൃത്യമായ ഏകോപനം നടത്തുവാൻ കരാർ കമ്പനി പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും എത്രത്തോളം ലാഘവത്തോടെയാണ് വികസനത്തിന്റെ പേരിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവ് ആവശ്യമില്ല. മുന്നറിയിപ്പുകൾ കരാറുകാർ അവഗണിച്ചപ്പോൾ ഭരണകൂടം എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അറിയുവാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപകടത്തിന് പിന്നാലെ ടെക്നോലീഗൽ പഠനം നടത്തണമെന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ടണലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഉള്ളടക്കം പഠിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഇവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട ഒരാളാണ്, അറിയാലോ, ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ്. എന്ത് പറഞ്ഞതിൻ്റെ പേരില്ല? കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ടണലിൻ്റെ വർക്ക് തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ മണ്ണിൻ്റെ സ്ട്രക്ചർ കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ജില്ലയിൽ തന്നെ ആയിരക്കണക്കിന് ഡിഫറൻസ് ഉണ്ട് കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈവേ നിർമ്മാണത്തിന് മുമ്പും കേരളിൻ്റെ നിർമ്മാണത്തിന് മുമ്പും ഞാനത് പറഞ്ഞത്. എന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കളിയാക്കി. ഈ വയനാടിൻ്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, അത് ഫ്രജൈലാണ്, വളരെ ദുർബലമായ ഘടനയാണ്. അപ്പോൾ ഇനി വളരെ ശക്തിയായിട്ട് പാറ പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അല്ലേ, തുരങ്കം നിർമ്മിക്കുമ്പോൾ പാറ പൊട്ടിക്കേണ്ടി വരും, ഡിഗ്ഗിയേണ്ടി വരും, ഒരുപാട് വളരെ ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ക്കിൽ ഈ ഫ്രജൈലായ ഈ ദുർബലമായ ഈ മണ്ണിൻ്റെ ഒരു ഘടനയുണ്ട്, അത് ചിലപ്പോൾ ലൂസാകാൻ സാധ്യതയുണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നീട് ഒരു കനത്ത മഴ പെയ്യുമ്പോഴാണ് ഈ ലൂസായ മണ്ണ് നേരെ താഴേക്ക് ഇരിക്കുന്നതും പാറ പൊട്ടിപ്പോകുന്നതും. അപ്പം അത് മുൻകൂട്ടി കണ്ടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം ആക്ഷേപിക്കപ്പെട്ടു. ഉത്കണ്ഠ കൊണ്ടാണ് അത് പറഞ്ഞത്, ഉത്കണ്ഠ കൊണ്ടാണ്, ഭയം കൊണ്ടാണ് പറഞ്ഞത്. അല്ല, മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് വിദഗ്ധനൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ആളുകൾ, പൊതുപ്രവർത്തകരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ഹൈവേയുടെ സമയത്തും പറഞ്ഞു, ഹൈവേ നിർമ്മാണത്തിനും ഇങ്ങനൊരു അപാകത പറ്റിയിട്ടുണ്ട്. ഹൈവേ നിർമ്മാണത്തിന് കേരളത്തിൽ എപ്പോഴും ഏത് കൺസ്ട്രക്ഷനും കേരളത്തിൽ മണ്ണ് പരിശോധന നടത്തിയിട്ടേ പാടുള്ളൂ. വയനാട്ടിലെ മണ്ണല്ല കോഴിക്കോട് ചെല്ലുമ്പോൾ, കോഴിക്കോടത്തെ അല്ല വടകരയിൽ ചെല്ലുമ്പോൾ, ഏത് കൺസ്ട്രക്ഷനും ആ മണ്ണിൻ്റെ അതുണ്ടല്ലോ. ഈ PWD മാനുവലിലൊക്കെ ഇല്ലേ മണ്ണ് പരിശോധന നടത്തില്ല. പാലം പണിയുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നടത്തില്ലേ പാലത്തിൻ്റെ അവിടെ? കാരണം ചെളി എത്രയുണ്ട്, അപ്പോൾ അതിൻ്റെ പില്ലർ എത്രമാത്രം താഴണം, അതിൻ്റെ താഴെ ബ്ലോക്ക് ചെയ്യണം. പാറ കണ്ടുപിടിച്ചിട്ടാണ് പില്ലർ വയ്ക്കുന്നത് പാലത്തിൻ്റെ. കാരണം മണ്ണ് ചെളിയാണെങ്കിൽ വീണ്ടും ഇത് പാലത്തിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഇത് താഴോട്ട് പോകും. അതുകൊണ്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊക്കെ 10-25 വർഷം MLA ആയിരിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടതിൻ്റെ അനുഭവത്തിലാണ് അത് പറഞ്ഞത്. ഹൈവേ നിർമ്മാണത്തിന് പല സ്ഥലത്തും അത് ചെയ്തിട്ടില്ല. അവർ മറ്റ് സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന മോഡലിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എത്ര സ്ഥലത്താണ് തകർന്നു വീണത്. ഈ സ്ട്രക്ചർ തകർന്നു വീണത് എന്തുകൊണ്ടാണ്? മണ്ണിൻ്റെ ഘടന പഠിക്കാതെ അത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് പറ്റി. എത്ര സ്ഥലത്ത് തകർന്നു വീണു? കേരളം മുഴുവൻ. ശരിയാണോ? മൂന്നൊന്നുമല്ല, ഇഷ്ടം പോലെ. മലബാറിലും മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത 3 കാണും. എല്ലാം മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ആ പ്രശ്നമുണ്ടായി. അപ്പം നമ്മൾ ഇതൊക്കെ ഗൗരവതരമായി പഠിച്ചൊരു പ്രദേശത്തിൻ്റെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ അതുകൊണ്ടാണല്ലോ ഞാൻ ടെക്നോ ലീഗൽ സ്റ്റഡി എന്നാണ്. ടെക്നിക്കലായിട്ടുള്ള സ്റ്റഡി വേണം, ലീഗലായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നുള്ള പടിയും വേണം. തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവും, ഉറപ്പായിട്ട്. പോലീസ് FIR എടുത്തിട്ടുണ്ട്.
ആ FIR-ന് പുറത്ത് പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാവും. അല്ല, അത് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വരട്ടെ. നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനം? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? മനുഷ്യ ജീവന്റെ സംരക്ഷണവും നമ്മുടെ വസ്തുവകകളുടെ സംരക്ഷണവും നമ്മുടെ നാടിന്റെ സംരക്ഷണവും. അതാണ് നമ്മുടെ ഒന്നാമത്തെ പരിഗണന. അതിന് ദോഷം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അത് ചെയ്താൽ അത് സ്റ്റോപ്പ് ചെയ്യാനല്ല നമ്മളീ പറയുന്നത്. പക്ഷേ ഇപ്പം തന്നെ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഇതുണ്ടായത്. ആ തുടങ്ങിയതിരിക്കേണ്ട കാരണം കൊണ്ടാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ മണ്ണ് കൂട്ടി അവിടെ ഇരിക്കുന്നത് കൊണ്ട്, അവിടെ വെള്ളം കെട്ടി നിന്നത് കൊണ്ടാണ്? അപ്പോൾ കുറച്ച് നേരം സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന പാറ പൊടിഞ്ഞു പോരുന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, നമുക്ക് പരിശോധിക്കണം. ആ പരിശോധിക്കാൻ ഏറ്റവും അതറിയാവുന്ന ആളുകളെ, ബന്ധപ്പെട്ട ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളെ വെച്ച് നമ്മൾ പരിശോധിപ്പിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുവരെ നമ്മൾ പണി നിർത്തി വയ്ക്കാൻ പറയും, അല്ലേ? അല്ല, ഈ യോഗത്തിൽ കരാർ കമ്പനിക്കാരെ വിളിച്ച യോഗമല്ല. ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനും റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ടും യോഗം വിളിച്ച യോഗമാണ്. ശ്രീമതി MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഓൺലൈനിൽ ഉൾപ്പെടെയുള്ളത് പങ്കെടുത്തിരുന്നു. അതിലിപ്പോൾ കരാറുകാരെ വിളിച്ചിട്ട് റെസ്ക്യൂ ഓപ്പറേഷന് അല്ല, ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ല. ഒരു പത്രസമ്മേളനത്തിലൊക്കെ അവർ നിങ്ങളോട് പറയുന്നത് കണ്ടു. പക്ഷെ അവരെ കൊണ്ട് പറയിക്കും. അവർ ഉത്തരവാദിത്തം അവരെ കൊണ്ട് പറയിപ്പിക്കും. ഞാനിപ്പോൾ ആരെയും കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്നില്ല. കാരണം മന്ത്രിസഭാ യോഗം ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വന്ന് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞ് ഇന്നവരുടെ കുഴപ്പം കൊണ്ടാണെന്നാണ്. ഒരു വൻകിട പദ്ധതി ആരംഭിക്കുമ്പോൾ തന്നെ വായു, മണ്ണ്, ജലം, ശബ്ദം എന്നിവ വലിയ തോതിൽ മലിനീകരിക്കപ്പെടുന്നു. കൺസ്ട്രക്ഷൻ ക്യാമ്പുകളിൽ നിന്നുള്ള രാസവസ്തുക്കളും ഡീസൽ ജനറേറ്ററുകളുടെ പുകയും വനമേഖലയുടെ ശുദ്ധവായുവിനെ ഇല്ലാതാക്കുന്നു. കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം ഖരമാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനും വനത്തിലെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനും കാരണമാകുന്നു. ഇത് പദ്ധതി പ്രദേശത്ത് താൽക്കാലികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മാത്രമല്ല, മലയടിവാരത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെയും ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ കരാറുകാരുടെ അനാസ്ഥ, മാനദണ്ഡങ്ങൾ പാലിക്കാത്തത്, അവ വേണ്ട രീതിയിൽ പരിശോധിക്കാത്തത് എന്നിവയെല്ലാം വഴിവെക്കുന്നത് ഗുരുതര പാരിസ്ഥിതിക ആഘാതത്തിലേക്കാണ്. മുന്നറിയിപ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ വില കൊടുക്കേണ്ടി വരുന്നത് മനുഷ്യജീവനാണ്. ചുരത്തിലെ ബ്ലോക്ക് ഒഴിവാക്കുവാൻ തുരങ്കപാത മാത്രമല്ല ഏകവഴി. നിലവിലുള്ള ചുരം റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുക, റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കുക, ബദൽ റോഡുകൾ ശാസ്ത്രീയമായി വികസിപ്പിക്കുക തുടങ്ങിയ നിരവധി സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണവും സ്വാഗതാർഹമാണ്. സാങ്കേതിക നിയമവശങ്ങളും കമ്പനി നിബന്ധനകൾ പാലിച്ചോ എന്ന കാര്യവും കൃത്യമായി അന്വേഷിക്കപ്പെടണം. അതോടൊപ്പം ഹൈവേ നിർമ്മാണത്തിലുൾപ്പെടെ വന്ന അനാസ്ഥകൾ, നിലവിലുള്ള കേരളത്തിലെ ഡാമുകളുടെ ബലക്ഷയം തുടങ്ങി അപകട സാധ്യത മുന്നിൽ കണ്ട് ഫലപ്രദമായ രീതിയിൽ ഒരു സമ്പൂർണ്ണ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം. ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുകയും ചെയ്യുന്ന ഒന്നായിരിക്കണം നമ്മുടെ വികസന നയം. വികസനത്തോടൊപ്പം അവിടുത്തെ ജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളും ശാസ്ത്രീയ വിശകലനങ്ങളും ഇല്ലാതെ മുന്നോട്ടു പോയാൽ വിളിച്ചു വരുത്തുന്നത് വൻ ദുരന്തങ്ങളായിരിക്കും. ജീവൻ മണ്ണിട്ട് മൂടുന്ന വികസനമല്ല, ജീവനെ സംരക്ഷിക്കുന്ന വികസനമാണ് കേരളത്തിന് ആവശ്യം. നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. കാരണം അത് തന്നെയാണ് നമ്മുടെ നാളത്തെ സുരക്ഷയും.